നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെ സമാജ്വാദി പാർട്ടി ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. അതായത് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും അതൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. പക്ഷേ ആരായിരിക്കണം പ്രധാനമന്ത്രി, ആരായിരിക്കണം ഇതിനെ നയിക്കേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൂട്ടായ തീരുമാനമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിനും തർക്കമില്ല. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഔദ്യോഗികമായി ഈ ചാനലിൽ വന്ന് പറയുകയാണ്. ഇവിടുത്തെ BJP പ്രവർത്തകരും പ്രധാനമന്ത്രിയും വാദോരാതെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉജ്ജ്വല സ്കീം ഈ രാജ്യത്തുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊടുത്തിരിക്കുന്നു, അവർക്ക് ക്ലീൻ എനർജി കൊടുത്തിരിക്കുന്നു, ക്ലീൻ ഫ്യൂവൽ കൊടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് 98% ആളുകൾക്ക് അത് കൊടുത്തു എന്ന് പറയുമ്പോൾ IIPSന്റെ സർവേയിൽ പറയുന്നു 98 അല്ല 58 മാത്രം. ഈ രാജ്യത്ത് നിന്ന് നിൽക്കുന്ന 58 മാത്രം. ഇവിടുത്തെ നാരീശക്തി എന്ന് പറയുന്നത് തൃശ്ശൂർ വരെ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ ഗീർവാണം മുഴക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി തന്നെ കഴിഞ്ഞ കാലങ്ങളേക്കാൾ വളരെ പിന്നോട്ട് പോയി എന്ന് IIPS പറയുന്നു. IIPS ഇത് പറഞ്ഞപ്പോൾ ഈ രേഖ പുറത്തോട്ട് വിടാൻ അനുവദിക്കാതെ ഇരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മലയാളിയായ KS ജെയിംസിനെ എന്തിനാണ് പുറത്താക്കിയത്? സത്യം പറയുന്നവന്റെ വാമൂടി കെട്ടുകയാണ്. അങ്ങനെ വാമൂടി കെട്ടുന്നത് ആരാണ്? ശ്രീ യുവരാജ് ഗോകുൽ, പത്രം വായിക്കാൻ പറഞ്ഞാൽ മതി സുജിയ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMF പറയുന്നത് ലോകത്ത് ഒരു ബ്രൈറ്റ് സ്പോട്ട് ഇക്കോണമിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ചരിത്രത്തിൽ ഇന്ന് വരെയും സ്വതന്ത്ര ഭാരതം കാണാത്ത തലത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉജ്ജ്വൽ യോജന സ്കീം കേരളത്തിൽ പോലും 3.5 ലക്ഷം പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തോട് പുറത്തിറങ്ങുന്ന അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലേക്കും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സമസ്ത മേഖലയിലേക്കും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആർക്കും ഒന്നും കിട്ടുന്നില്ല, എല്ലാവരും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് ജയിക്കുമല്ലോ. പിന്നെ എന്തിനാണ് അവർ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പുറത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കാര്യമല്ലേ, അവർ നാട്ടുകാരോട് പോയി പറയാൻ പറയും, നിങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, വലിയ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്ന് പോയി പറയാൻ പറയും. പ്രശ്നം തീർന്നല്ലോ. അദ്ദേഹത്തിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന ഭരിച്ചിരുന്ന പ്രധാന പ്രതിപക്ഷത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1.5 വർഷം മുമ്പല്ലേ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. നിലം തൊട്ടോ ആ പാർട്ടി. ഈ പറയുന്ന സർവേ ഒക്കെ വന്നിരുന്നു, നിങ്ങളൊക്കെ വലിയ കഷ്ടപ്പാടിലാണ്, അവിടുത്തെ ജനങ്ങളോട് പോയി പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവർക്ക് ബോധ്യമാവുമായിരുന്നല്ലോ. ഇപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിന്റെ പ്രശ്നത്തിലാണ് അദ്ദേഹം ഇവിടുന്ന് ഏതൊക്കെയോ റെസിഡൻസ് അസോസിയേഷന്റെ കണക്കൊക്കെ ഉരുട്ടിക്കൊണ്ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയാണ്. നോക്കൂ സുജയ, ഈ നമ്മൾ ഈ ചില കല്യാണങ്ങൾക്കൊക്കെ കല്യാണാലോചനകളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ അടുത്ത ബന്ധുക്കളായ ചില അമ്മാവന്മാരൊക്കെ ഉണ്ടാവും. ആ കല്യാണം തീരെ നടക്കണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാർ അവിടെ വന്നിരുന്ന് ചായക്ക് ഉപ്പില്ല, പഞ്ചസാരയ്ക്ക് ഇതില്ല, പായസത്തിന് മധുരയില്ല എന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കി കല്യാണം എങ്ങനെയെങ്കിലും കുളമാക്കാൻ നോക്കുമല്ലോ. അതുപോലെ ഒരു കൂട്ടം അമ്മാവന്മാരുടെ ഒരു യോഗമായിട്ടാണ് ഇന്ത്യ മുന്നണി യോഗം മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ യോഗത്തിൽ ഇവരുടെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? JDUവിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്കൊപ്പം സമോസ തന്നില്ല, പകരം ബിസ്ക്കറ്റാണ് തന്നതെന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മമതയുടെ പ്രശ്നം മറ്റെന്തൊക്കെയായിരുന്നു? ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. അപ്പോൾ ഈ മുന്നണിക്കകത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള പല പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരുടെയും എല്ലാവരുടെയും പ്രാദേശികമായ നിലനിൽപ്പിന് നല്ലത് കോൺഗ്രസ് തിരിച്ച് വരാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരും. പിന്നെ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നണി ആവട്ടെ, അതിന് രാജ്യത്തിന്റെ മുൻപിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നയം ഉണ്ടാവണം. എന്താണ് ഇവരുടെ നയം? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ നയം എന്താണെന്ന്. കാരണം ശിവസേന എന്ന് പറയുന്ന പാർട്ടി കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് BJP RSS ഒന്നും അല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, ഞങ്ങളാണ് പൊളിച്ചത് എന്നാണ് ശിവസേന പറയുന്നത്. BJP-ക്കാരൊക്കെ പേടിച്ചോടുമായിരുന്നു, ഞങ്ങളാണ് ധൈര്യമായിട്ട് പോയി അത് പൊളിച്ചതെന്ന്. ഇവരിവിടെ വന്നിട്ട് എന്താണ് ബാബറി മസ്ജിദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വായിലുള്ള പ്രചരണം നടത്തുകയും അവിടെ പോയാൽ പ്രശ്നമാവും എന്നുള്ള നിലയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തുകയും അതേ ശിവസേനയോടൊപ്പം ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണിക്കകത്ത് നിന്ന് മത്സരിക്കുകയാണ്. എന്താണ് ഇവരുടെ നയം എന്ന് പറയുന്നത്? ഇവരുടെ നയം എന്ന് പറയുന്നത് നിതീഷ് കുമാറിന്റെ നയം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. മമതയുടെ നയം എന്ന് പറഞ്ഞാൽ മമതയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. അരവിന്ദ് കെജ്രിവാളിന്റെ നയം അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരണം. അപ്പോൾ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ ഫ്രണ്ട് റണ്ണറായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഞണ്ടുകളെ പോലെ എല്ലാവരും കൂടി പുറകെ നിന്ന് വലിച്ച് ആ ആളെ പിടിച്ച് താഴെ ഇടുക എന്ന് പറയുന്നതാണ്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് 2 അക്കത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. കൂടി പോയാൽ 6 or 7 അതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടില്ല എന്നാണ് അവർ തന്നെ വിശ്വസിക്കുന്നത്. ഉത്തർപ്രദേശത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഉത്തർപ്രദേശിന് പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അപ്പോൾ അവർക്ക് എന്താണ് ഇത് കുളമാക്കുക, ഇത് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് നാശമാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ നയത്തിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മുന്നണിക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആകെ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണയും അവർക്ക് പ്രതിപക്ഷ നേതാവിനെ പോലും കിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കാര്യമല്ലേ. ആദ്യം ഒരു പാർട്ടി 55 MP-മാരെ ഉണ്ടാക്കിയിട്ട് പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കണ്ടേ? അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ പോലും ഈ പറയുന്ന മുന്നണി കൊണ്ട് ഉപകാരപ്പെടില്ല എന്നുള്ളത് മാത്രമാണ് ഈ മുന്നണി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ആകെ ഒരു കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒന്നായി രൂപപ്പെടുത്തുന്ന ചില നറേറ്റീവ്സ് പുറത്തു വരാനുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മുന്നണിയിൽ ഘടകകക്ഷികളായിട്ടുള്ള ഓരോ കക്ഷിയും അവരവരുടേതായ രീതിയിൽ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ
അവരുടെ പ്രവൃത്തി, അവരുടെ പ്രചരണങ്ങളൊക്കെ ആരംഭിക്കേണ്ടതുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അവിടെ PDA എന്ന് പറയുന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അത് പിച്ചഡോം, ദളിത്, അല്പസംഖ്യക്, ഈ പറയുന്ന ഈ PDA യൂണിറ്റിയിലൂടെ അവിടെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു PDA മാർച്ച്, ആ PDA മാർച്ച് ഞങ്ങൾ എല്ലാ ജില്ലകളിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ജനജാഗരൺ അഭിയാൻ എന്ന് പറയുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന് അവിടെയുള്ള എല്ലാ ജില്ലകളിലും ആ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു പത്രം വായിക്കാത്തതുകൊണ്ടാണ് എന്ന്. ഞാൻ അതിലേക്ക് ഒന്ന് ചെറുതായി ഒന്ന് പറയുക മാത്രമാണ്. ഞാൻ പറഞ്ഞത് ജോ ആന്റണിയുടെ വ്യക്തിപരമായിട്ടുള്ള സർവേ റിപ്പോർട്ടല്ല. ISSO എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് വായിക്കാൻ പറയൂ, NSC എന്താണെന്നുള്ളത് വായിക്കാൻ പറയൂ, IIPS എന്താണെന്ന് മനസ്സിലാക്കാൻ പറയൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ലാതെ ഇതിന്റെ കാരണം മതസ്പർദ്ധയിലും ജാതി സ്പർദ്ധയിലും ജാതി വെറിയിലും മാത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ അവർ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? അവരുടെ തീന്മേശയിലെ ഭോജനമായിട്ടാണ്, വിഭവങ്ങളായിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യയിലെ തലയെടുപ്പുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ISRO പോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന തലപ്പത്ത്, ഇന്ന് ഇന്ത്യയുടെ ഒരു ഉയർന്നു നിൽക്കുന്ന നക്ഷത്രമാണ്. അവര് ഈ പറയുന്ന സർവേയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി 2014 പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നുണ്ട്. ഈ സ്വച്ഛ് ഭാരത് പറയുന്നതിനോടൊപ്പം ഈ ഓപ്പൺ ഡിഫിക്കേഷനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് പൂർണ്ണമായി ഈ ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് പരസ്യമായ തുറന്ന വിസർജനം, ഡിഫിക്കേഷൻ ഉണ്ടാവില്ല. എല്ലാ വീടുകളിലും ബാത്റൂംസ് എത്തിയിരിക്കുന്നു, ടോയ്ലറ്റ്സ് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള കണക്ക് ആ സുഹൃത്തിനോട് വന്ന പത്രം, അയാൾ വായിക്കുന്ന പത്രമല്ല, മാറിയൊന്ന് വായിച്ചു നോക്കാൻ പറയൂ. ഇന്ത്യ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ തലയെടുപ്പുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്, സോഷ്യൽ സയന്റിസ്റ്റുമാര് അവരിരുന്ന് എഴുതുന്നത് എന്താണെന്ന് വായിച്ചു നോക്കാൻ പറയണം. അല്ലാതെ ജോ ആന്റണിയുടെ വായിക്കാനല്ല പറയുന്നത്. യുവരാജ്, താങ്കളുടെ വായനയുടെ ആ ഒരു ചുരുങ്ങൽ അല്ലെങ്കിൽ താങ്കൾ ആശ്രയിക്കുന്ന പത്രങ്ങളുടെ കുഴപ്പമാണ് എന്നാണ് ശ്രീ ജോ ആന്റണി പറയുന്നത്. മറുപടി ഉണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ഒരു വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഇവർ കുറെ കാലം നമ്മുടെ രഘുറാം രാജനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. ഓർമ്മയാണോ എന്ന് വിശ്വസിക്കുന്നു. രഘുറാം രാജൻ RBI ഗവർണർ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ അയ്യോ അതെ ഇന്ത്യ തകർന്നേ, ഇവർക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് പ്രശ്നമാണ്, രഘുറാം രാജൻ ഇപ്പോൾ ഇന്ത്യയെ രക്ഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം രഘുറാം രാജൻ ഒരിടത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഐ വിൽ ബി ഹാപ്പി ഇഫ് ഇന്ത്യൻ എക്കോണമി ഗ്രോ ബൈ 5% നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അദ്ദേഹം അങ്ങ് തള്ളുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇത്തവണ എന്താണ് GDPയുടെ അവസ്ഥ? ഇന്ത്യയുടെ ഗ്രോത്ത് എത്രയാണ്? അദ്ദേഹം പറഞ്ഞ 5% വളർന്നാൽ ഭാഗ്യം എന്നായിരുന്നു. ഇപ്പോൾ 7.3 7.6 ആണ് ഈ ക്വാർട്ടറിൽ തന്നെ ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉരുട്ടിപ്പിടിച്ചുകൊണ്ട് വരാറുണ്ട്. അദ്ദേഹത്തിനോട് പത്രമൊന്നും വായിക്കേണ്ടെന്ന് പറയും. അദ്ദേഹത്തിനോട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒന്ന് ആന്ധ്രാപ്രദേശിലൂടെയും അല്ലെങ്കിൽ ഉത്തരേന്ത്യ സ്റ്റേറ്റുകളിലൂടെയൊക്കെ ട്രെയിനിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ തന്നെയും 10 വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളവർക്ക് ഈ പറയുന്ന ഓപ്പൺ ഡിഫെക്കേഷന്റെ കേസിലൊക്കെ എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് കണ്ണിന്റെ മുമ്പിൽ കണ്ടറിയാം. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ ചിലയിടങ്ങളിലല്ല, എല്ലായിടത്തും മാറിയോ എന്നുള്ളതാണ്. വെളിയുടെ വിസർജനം മുക്തമാക്കുമെന്ന് പറഞ്ഞത് ആ പ്രോജക്ട് കംപ്ലീറ്റ് ആയോ ശ്രീ യുവരാജ് ഗോകുൽ? പ്രോജക്ട് കംപ്ലീഷൻ എന്നൊരു ഘട്ടം കൂടിയുണ്ട്. 2 ടേം പൂർത്തിയാക്കുകയാണ്. പ്രോജക്ട് കംപ്ലീറ്റ് ആയോ? 95% വീടുകളിൽ 95%-ലധികം, തീർച്ചയായിട്ടും 95%-ലധികം വീടുകളിൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി.